നമ്മുടെ വീട്ടിൽ തന്നെ മുളച്ച ചീര കേട്ടോ, നല്ല ചുവന്ന ചീര. ഇന്ന് നമുക്ക് ഇതിനെ തോരൻ വെച്ചാലോ? ഇന്നത്തെ കറി നമുക്ക് ചീര തോരനാക്കാം. അതിനെ പറിച്ചുകൊണ്ട് വന്ന് കഴുകി, ഇവിടെ മഴയാട്ടോ ഇപ്പോൾ വൈകുന്നേരങ്ങൾ, അതുകൊണ്ട് ചീര മറിച്ച് മണ്ണുണ്ടാവും. അതുകൊണ്ട് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കാം. കഴുകി മണ്ണൊക്കെ കളഞ്ഞ് ഇനി എന്നിട്ടൊന്ന് കുടച്ച് കളയാം. വെള്ളമൊക്കെ പോയി. ഇനി നമുക്കിതിനെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം. നന്നായി അരിഞ്ഞെടുക്കാം. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ചെയ്തെങ്കിൽ പറയണം കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ വിത്തിട്ട് താനും മുളച്ചതാ കേട്ടോ. അതുകൊണ്ട് നല്ല ഫ്രഷ് ചീര അരിഞ്ഞെടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു സബോളയും കൂടി അരിഞ്ഞെടുക്കാം. അതുപോലെ കറിവേപ്പില ഇടാം. സബോളയും ചെറുതാക്കി അരിഞ്ഞ് ചീരേൻ്റെ കൂടി ഇടാം. സബോള അരിഞ്ഞത് ഇട്ട് ഇനി നമുക്കൊരിച്ചിരി കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഇച്ചിരി മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടു. ഇനി നമുക്ക് അടുപ്പത്തൊരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്ത സബോളയും കറിവേപ്പിലയും ചീരയും ഉപ്പുപൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇതിലേക്ക് നമുക്കിടാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഈ ചീരയിൽ ഇച്ചിരി വെള്ളം അതൊക്കെ വറ്റി വെന്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചീര കുറേ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർക്കാം. തേങ്ങയും കൂടി ചേർത്ത് നന്നായി ഇളക്കി വെക്കാം. ഗ്യാസോഫാക്കാം. നമുക്ക് ചോറിൻ്റെ കൂടെ ചീരത്തോരനും കൂട്ടി ചോറുണ്ണാം. നമ്മുടെ ചീരല കറി വെച്ച്